ഒരാഴ്ചയായി നമ്മുടെ പിണക്കം. ഇന്ന് നമുക്കിത് അവസാനിപ്പിച്ചൂടെ? ഐ ആം സോറി. ഇന്ന് നമ്മുടെ പ്രണയത്തിന്റെ 1-ാം വാർഷികമാണ്. എനിക്കറിയാം, ഓർമ്മിപ്പിക്കണമെന്നില്ല. പ്ലീസ് ചാരു, എന്തിനാ ഈ പിടിവാശി? വെറുതെ സമയം കളയാതെ ജോലി ചെയ്യാൻ നോക്ക്. ചാരു, ആദ്യമായിട്ടാ ഇത്രയും നീണ്ട പിണക്കം. എന്റെ കുറ്റമല്ലല്ലോ. അല്ല, എന്റെ കുറ്റമാണ്. ഞാനത് സമ്മതിച്ചില്ലേ, മാപ്പും പറഞ്ഞു. സോറി, ഐ ആം ബിസി. എടാ മാണിക്കുഞ്ഞെ, അവൾ അടുക്കുന്നില്ലടാ, ഭയങ്കര ബലപ്പെടുത്തും. എങ്കിൽ വിട്ടുകള മോനെ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ പിണക്കം. അപ്പൊ പിണങ്ങിയ പോലെ അങ്ങ് ഇണങ്ങിക്കോളും. വെയിറ്റ് ആൻഡ് സീ. ഏയ്, അത് പറ്റില്ല. ഇന്ന് ഞങ്ങളുടെ ലവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ബെസ്റ്റ്. അപ്പൊ ഡെത്ത് ആനിവേഴ്സറിയും ഈ ഡേറ്റിൽ തന്നെ ആയിക്കോട്ടെ. പോടാ പട്ടി. അതിപ്പോ അവള് നിന്നെ വിളിച്ചതല്ലേ? എടാ, നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്നിട്ട് നിന്നെ വിളിക്കാൻ വെച്ചേക്കുന്ന തെറിയൊക്കെ അവൾ എന്നെ വിളിക്കും. അല്പം തെറിയേട്ടാൽ എന്താ, ഒരു നല്ല കാര്യത്തിനല്ലേ? കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഇതുപോലൊരു നട്ടുച്ചയ്ക്ക് ഇതേ ക്യാൻറ്റീനിലെ ആളൊഴിഞ്ഞൊരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നാണ് നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറിയത്. അന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ സാക്ഷികളായിരുന്നു. അതെല്ലാം മറന്നുപോയി ചാരു. ഭയങ്കര ഡയലോഗ് അടിക്കല്ലേ? അതെ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു പകൽ, കൂടിയാൽ 1-2 ദിവസം, അതിനു മേലെ പോണ പതിവില്ലല്ലോ. ഇതിപ്പോ ഒരാഴ്ചയായില്ലയോ? ഇതല്പം കൂടുതലല്ലേ ചാരു? വാചടിക്കാതെ എഴുന്നേറ്റ് പോയേ. ഞാൻ പോവാം. എന്നിട്ട് അവൻ ഇവിടെ വന്നിരിക്കും. പിന്നെ 2 പേരും പരസ്പരം ഒന്ന് നോക്കി ഹായ് അബി, ഹായ് ചാരു എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം കഴിക്കും. അവൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നടപ്പില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിനക്ക് ദേഷ്യം വന്ന എനിക്കെന്താ? ചാരു പോട്ടെ, പിണങ്ങിയത് എന്നാത്തിനാണെങ്കിലും പറ. അപ്പൊ പിന്നെ ആ വഴിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാലോ. എനിക്ക് സൗകര്യമില്ല പറയാൻ. ശരി, നീ പറ, എന്നാത്തിനാ പിണങ്ങിയത്? ഹേയ്, അത് പറയാൻ പറ്റില്ല. ആ, പറയാൻ പറ്റുകയില്ലെന്ന് നീയും പറയുമ്പോ അതിലെന്തോ കാര്യമായ കുഴപ്പമുണ്ടല്ലോ, ഇല്ലയോ കല്യാണി? നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ ചടപടേന്ന് 4 ചാട്ടം. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. ഇവൻ ചക്കര എന്ന കരള എന്ന കൂപ്പിട്ടിരിക്കും. അത് അവൾക്ക് മുടിച്ചിരിക്കാതെ ചാരുക്ക് ചണ്ട പോറ നിൽക്കുന്നത് പോരാതാ. ഒരാള് ഓവർ റൊമാൻറ്റിക്, മറ്റേത് അൺറൊമാൻറ്റിക്കിന്റെ വല്യമ്മച്ചി. ഇവങ്ങളോടെ കാതൽ പാച്ച് ആവാതെ പാച്ചാ. ഗുരുവായൂരപ്പാ, നീ വന്നേ. നിന്നോട് മാത്രം പറയാം. उसे जितना देखो उतना सोचूं, मैंने जिसे अभी अभी देखा है कौन है? അങ്ങനെ ചൊറിഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ മീനിങ് വേറെയാ. ഡൽഹിയിൽ പഠിച്ചു വളർന്ന എനിക്ക് ഇതൊക്കെ അറിയോ? അതാ കുഴപ്പമായ. ഇവിടുത്തെ LKG പിള്ളേർക്ക് വരെ ഇതൊക്കെ അറിയാം. അതാടാ കേരളത്തിന്റെ മഹിമ. എന്നിട്ട് सोचूं क्या उसे मैं कह. ചാരു പ്ലീസ്. ഇത് വളരെ ചീപ്പായി പോയി അബി. ഓക്കെ ഓക്കെ, അറിയാതെ ഞാൻ ഇപ്പൊ ഫ്രീഡം എടുത്ത് പോയി. ലീവ് ഇറ്റ്. നോ, ഒരുമാതിരി ടീനേജ് കോളേജ് പിള്ളേരെ പോലെ. സി അബി, ഇങ്ങനത്തെ സില്ലി റൊമാൻസ് ഞാനില്ല. യു ആർ സോ ചീപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചതിലും ചീപ്പാണ് നീ. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫിലിമിന് വരാന്ന് അവള് സമ്മതിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാവില്ലോ എപ്പോഴും. അപ്പൊ അങ്ങനത്തെ ഒരു മൂഡില് ഞാൻ അല്പം ചീപ്പായി പോയി. എടാ, എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ശരിയാക്കടാ പ്ലീസ്. കുടിച്ചോ? അതേ ചാരുവേ, നമുക്കത് അങ്ങോട്ട് മറക്കാം. അവനൊരു അബദ്ധം പറ്റിയതല്ലയോ? അപ്പോ അവൻ നിന്നോടെല്ലാം പറഞ്ഞോ? 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 അല്ല, അത് വേണ്ട, അവനുമായിട്ടുള്ള റൊമാൻസ് ശരിയാവൂല. അല്ല ചാരു, അവനൊന്നും പറഞ്ഞില്ല. നിങ്ങളെന്തോ അക്ഷയ് കുമാറിന്റെ ഹിന്ദി സിനിമ കാണാൻ പോയപ്പോഴേക്കും ഇത് പ്രിയദർശൻ മലയാളത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേന്ന് അവൻ പറഞ്ഞപ്പോ, പ്രിയദർശൻ അങ്ങനത്തെ ആളൊന്നുമല്ല, ചെറുപ്പത്തിൽ എന്തോ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചെന്നും പറഞ്ഞ് അങ്ങനെ പ്രിയദർശനെ കൊച്ചാക്കണ്ടെന്ന് നീ പറഞ്ഞപ്പോ അങ്ങനെ തമ്മിലുണ്ടായ ക്ലാഷാന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ പറഞ്ഞാണ് നിന്നോട് അവനൊരു ചീപ്പ കഴുത.
ആ പറഞ്ഞു, നിന്റെ കയ്യിലൊന്ന് ചൊറിഞ്ഞു എന്ന് പറഞ്ഞു. അതെ, പ്രേമാവുമ്പോ അല്പം ചൊറിയലും മാന്തലും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അതിനിടയിൽ നിനക്ക് മദർ തെരേസ ആവണം, മറ്റവൻ സ്വാമി ജഗ്പടാനന്ദ ആവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ല. ഈ റൊമാൻസ് കളി നമുക്ക് ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്താം. ഒന്ന് പതുക്കെ പറ, എല്ലാരും കേക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എല്ലാവരും വിളിച്ചു കൂട്ടി ഇന്നത്തോടെ ഇതിവിടെ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമല്ലോ. അവൻ വന്നതിനോട് സോറി പറയട്ടെ. അവൻ എന്റെ കയ്യിൽ ഒരു സോറി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അല്ല, അത് വേണ്ട, അവൻ തന്നെ നേരിട്ട് ഒന്ന് പറയും. എങ്കി പറയട്ടെ. ആ അതെ. അപ്പോ ഓക്കെ, സോറി പറടാ. ഇപ്പൊ പറയും. നീ എണ്ണീറ്റ് പോ, ഇത് ഞങ്ങൾ തമ്മിലായിക്കോളാം. ഓഹോ, ഞാനപ്പോ JCB കയറി ഇറങ്ങിയ 3 പോലെ അല്ലേ? നീ അങ്ങോട്ട് പാടാ. സോറി, ഒന്ന് ചിരിച്ചൂടെ? മതി മതി, ബാക്കി ഈവനിങ് സിദ്ധുവിന്റെ വീട്ടില്. ആസ് യൂഷ്വൽ. അപ്പോ ഇന്നത്തെ ഈ ട്രീറ്റ് പീഡനത്തിനെതിരെ ചാരു നടത്തിയ ധീര പോരാട്ടത്തിനും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റുവാങ്ങിയ കൊടും യാതനകൾക്കും വേണ്ടി നമ്മൾ സുഹൃത്തുക്കൾ ഹൃദയത്തിന്റെ ഭാഷയിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഹൃദയത്തിന്റെ ഭാഷ. അങ്ങനെയും ഒരു ഭാഷയുണ്ട്, അത് ഹൃദയമുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. അല്ലയോടെ പാച്ചു? സെപ്റ്റംബർ 11. ഇനി എന്നാണാവോ അടുത്ത പിണക്കം? എന്നോടാ ചോദിക്കണേ? ദേവളോട് ചോദിക്കേ. ഡേറ്റ് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും അല്ലേ? ഓഹോ, ഇനി പിണങ്ങിയ വെച്ച് വിളമ്പ വേറെ ആളെ നോക്കണം. എനിക്ക് മതിയായി. എനിക്ക് നിന്നോടും സിദ്ധുനോടും ഭയങ്കര അസൂയ. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം, അതിനു മുമ്പ് കോളേജിൽ 3 കൊല്ലം പ്രേമം. ഇതിനിടയിൽ ഒരിക്കൽ പോലും അടി ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലേ അഭി? അതെ അതെ, ഇതിൽ ആർക്കോ കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ശരിയാ, നിങ്ങൾക്കില്ലാത്തൊരു കുഴപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ട്രൂ ലവ്. ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രേമിച്ചോണ്ടേയിരിക്കും, ഇല്ലേ മമ്മു? നിങ്ങൾ വെറുതെ പ്രേമം അഭിനയിക്കുക, അതാ പ്രശ്നം. നമുക്ക് കാതലെ പറ്റി സ്വന്താ എനിക്ക് ரோஜாவம் വരും. அப்பா கரெக்ட் இல்லையா? உணர்ச்சி உணர்ச்சி உணர்ச்சி. അതാണോ രോജാമം? அப்படிதானே சொல்றது? രോഞ്ചാമല്ല പാഞ്ച, രോമാഞ്ചം. ஒரு வேடம் அப்படி இப்படி மாறி போச்சு, அவ்வளவுதானே. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ശ്രദ്ധിക്കുക. ഇവരുടെ ഓരോ പിണക്കങ്ങളും ആഘോഷങ്ങളാക്കുന്ന നമ്മൾ അതിന്റെ കാരണം ചകഞ്ഞു നോക്കാൻ പോവാറില്ല. കാരണം അത് നമ്മുടെ മാന്യത. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ രോഞ്ചാമവുമായി ബന്ധപ്പെടുത്താവുന്ന നിലയ്ക്ക് ഈ പിണക്കത്തിന്റെ കാരണം വെളിപ്പെടുത്താൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ്, അപേക്ഷിക്കുന്നു. പറയരുത്. ഞാൻ പറയും. എടാ, ഞാൻ പറയും. മോനെ, എന്തെടുക്കും അവിടെ? വൃത്തികേടൊന്നും കാണിക്കല്ലേ. അയ്യേ, എന്നോട് പറ, എന്തിനാ അവര് പിണങ്ങിയത്? വാ പറയാ. എന്താ വിശേഷം? ഗെസ്സേ. ഒരു ക്ലൂ പോലും തന്നില്ലല്ലോ മോളെ. അത് കൺഫേം ചെയ്തിട്ട് പറയാന്ന് കരുതി. അല്ല, ഈ കേക്ക് മാത്രമല്ലോ, നമുക്കൊന്ന് അർമാദിക്കണ്ടേ? എവിടെ നിന്റെ കൊച്ചിന് തന്താ? മൂപ്പർക്കൊരു ചമ്മല്, മൂടി പൊതച്ച് കിടക്ക. ഇതാണ് ഞങ്ങളുടെ അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ. ഇത് ബാപ്പച്ചുമ്മച്ചി, അത് ഹസീന അനിയത്തി. ഇതാണ് ചാരു, ഞാനെപ്പോഴും പറയാറില്ലേ. ഹലോ. ഹലോ. അബി എവിടെ? അറിയില്ല. ഏയ്, നിങ്ങൾ ഒരുമിച്ചല്ലയോ പോയത്? അബിയുടെ പേരൻസിനെ കണ്ടില്ലേ? നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. വീണ്ടും ഒരു പിണക്കത്തിന്റെ കാറ്റടിക്കുന്നുണ്ടല്ലോ. എനിക്കും തോന്നി. ഹലോ, ഞാൻ അഭിലാഷ്. അല്പം വൈകിപ്പോയി. എന്നെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ അല്ലേ? രജിസ്റ്റർ ഓഫീസിൽ വിറ്റ്നസ് ഒപ്പിട്ടതിൽ ഒരാൾ ഞാനാ. ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ആഹാരം കഴിച്ചില്ലല്ലോ, ഇരിക്ക്. ചാരു കുറച്ചു മുമ്പ് വന്നു. പിന്നെ പിണങ്ങിയ ഇന്നെന്താ പ്രശ്നം? അവൻ ചതിയനാ. വെറുതെ വേഷം കെട്ടിച്ചെന്നെ അവിടെ കൊണ്ടിരുത്തി. ആരും വന്നില്ല. ഞാൻ നാറി, ഭയങ്കരമായിട്ട് നാറി. ശരി പോട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ വന്നേ, അങ്ങോട്ടിരിക്കാം. ഞാനില്ല അവന്റെ ഒപ്പം, നീ ചെല്ല. ഏ മുമ്മു, നിന്റെ നല്ല മൂഡ് ഞാൻ കളഞ്ഞല്ലേ. വന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവെന്ന് കരുതി നേരെ പോന്നതാ. സോറി മോളെ. ഛേ, എനിക്ക് ദേഷ്യം വരുവോ? മതി ദേഷ്യം. നിന്റെ ദേഷ്യം ഞങ്ങൾ കൊറേ കണ്ടിട്ടുള്ളതാ. ഇതങ്ങനെയല്ല, എനിക്കുണ്ട് അഭിമാനം. ഈ പ്രേമം എന്ന് പറയുന്ന ഇടപെടാ ബോറാ. ഞാൻ നിർത്തുക, ഇത് ശരിയാവൂല. വെരി ഗുഡ്.
ഇതാണ് പ്രേമമെങ്കിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലയോ റോസു? ഭയങ്കര പ്രേമത്തിന്റെ മൂഡിലിരിക്കുമ്പോ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഓ, നിന്റെ അച്ഛനോ എന്റെ അച്ഛനോ ഡീസന്റ്? ശ്രീശാന്തിന്റെ അഹങ്കാരം കുറയ്ക്കാൻ വല്ല മരുന്നുണ്ടോ? സെൻസെക്സ് സൂചിക 25,000 കടക്കുവോ? അതെ, പ്രേമിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. അല്ലയോ റോസു? ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഐ ലവ് യു എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് നല്ല മധുരത്തില് ഒരു മീഡിയം കടുപ്പത്തില് SMS മൊബൈലിൽ അയച്ചുകൊണ്ടേയിരിക്കണം. എന്നും ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മൊബൈലിൽ സംസാരിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ മിസ് യുടാ എന്ന് പറഞ്ഞ 5-6 ഉമ്മ മൊബൈലിൽ തന്നെ കൊടുക്കണം. ഇതൊന്നും ചെയ്യാത്തതിന്റെ കുഴപ്പാ. അല്ലയോ റോസു? അതെന്നാത്തിനാ ഇടയ്ക്കിടയ്ക്ക് ഒരു വാല്? അല്ലേ റോസു, അല്ലേ റോസു? ഓ, ഈ കാര്യത്തിൽ നമുക്ക് ഒരേ മനസ്സാണെന്ന് എല്ലാവർക്കും അറിയത്തില്ലയോ? ഓവറാക്കല്ലേ? ഓ, പ്ലീസ് ചാരു, സോറി. ഞാൻ ഒരുപാട് തവണ സോറി പറഞ്ഞില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. അമ്മ ലൈനിലുണ്ട്, ഇങ്ങോട്ട് വിളിച്ചതാ നിന്നോട് സംസാരിക്കണമെന്ന്. എനിക്ക് സംസാരിക്കണ്ട. നിനക്ക് മാത്രല്ല, അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ. അച്ഛൻ എന്താണെന്നും അച്ഛന്റെ സ്നേഹം എന്താണെന്ന് കാണണമെങ്കിൽ നീ അങ്ങോട്ട് വാ, കോഴിക്കോട്ടേക്ക്. അതെ, ഞാൻ പ്രതീക്ഷിച്ചതിലും ചെറുപ്പാ അച്ഛൻ. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഉണ്ട് അഭി. ചാരു പറഞ്ഞ് നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. വാ, അകത്തേക്ക് വാ, ഇരിക്ക്. വരവ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതാ പുറപ്പെടുമ്പോ വിളിക്കാൻ ഞാൻ. എല്ലാ കാര്യങ്ങളും ചാരു അച്ഛനോട് പറയാറുണ്ടെന്ന് അറിയാം. അപ്പൊ പിന്നെ വന്നേക്കാൻ തന്നെ വിചാരിച്ചു. ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഇടയ്ക്കുള്ളതാ. ചാരു ഇല്ലേ? ഉണ്ട്. ചാരു, അതത്ര പെട്ടെന്ന് ഇളകുന്ന പാറല്ല. ചാരുവേ. മണിയടി വീരൻ സുഖിപ്പിച്ചപ്പോ അങ്ങ് സുഖിച്ചല്ലേ? ഓ, ഒരു ചെറുപ്പക്കാരൻ. എന്താ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞത്? അത് ഞാൻ ശരിക്കും കേട്ടില്ല. അതെ, എന്റെ ഭാവി മരുമകനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അയ്യടാ, വാ. ഞാനില്ല. ദേ ചാരു, വെറുതെ ചീപ്പാവരുത്. വാ, ഞാനിത് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു ചായ കിട്ടുമോ അങ്കിളെ? വർണ്ണ വഴിക്ക് ചായക്കടയൊന്നും ഉണ്ടായിരുന്നില്ലേ? അച്ഛന്റെ സ്നേഹം എന്താണെന്ന് നേരിട്ട് കണ്ടറിയാൻ കോഴിക്കോട് വരാൻ പറഞ്ഞു. അതാ ചായ പോലും കുടിക്കാതെ അങ്ങ് പോന്നത്. പെട്ടെന്നായതുകൊണ്ട് ഒക്കെ ഒരു ഒപ്പിക്കലായില്ലേ? ഹേയ്, ഉഗ്രനായിട്ടുണ്ടെല്ലാം. കല്ലുമ്പക്കായ കഴിക്കൂലേ? നമ്മളടുത്ത് സ്പെഷ്യലാണ്. എന്താ? അല്ല അങ്കിളെ, കോഴിക്കോട് ഭാഗത്തെത്തിയ എപ്പോഴും ചാരുവിന്റെ മുഖം എങ്ങനെ തന്നെയാ? കടന്നല് കുത്തിയതുപോലെ. എന്റെ മുഖത്ത് നോക്കണ്ട, അവിടെ നോക്കി കഴിച്ചാ മതി. കോഴിക്കോട് ഭാഗത്തുള്ളവരെല്ലാം വലിയ സൽക്കാരപ്രിയരാണെന്നാണ് കേട്ടിരിക്കുന്നത്. പെൺകുട്ടികൾ ആ വകുപ്പിൽ പെടില്ല അല്ലേ? ചാരുട്ടി, അഭിവൃദ്ധ കുട്ടൻസ് പണിയിട്ടിയാ ഒന്ന് വിളമ്പി കൊടുത്തളാ. കൈക്ക് തളർവാദമൊന്നും ഇല്ലല്ലോ, തനിയെ വിളമ്പി കഴിച്ചോളൂ. എന്നാലും നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയല്ലേ? വലിഞ്ഞേറി വന്നതല്ലേ? അല്ല, എവിടം വരെ പോയി ഈ വണ്ടി? ഏത് വണ്ടി? ഈ പിണക്ക വണ്ടി. അത് കൊറേ ദൂരം പോവും. അങ്ങനെ പറ്റൂല്ലോ. മേലെ ആ ചങ്ങല പിടിച്ചൊന്ന് വലിച്ചേ. ഇനി വന്നേ, അഭിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക. എനിക്ക് വയ്യ. അച്ഛൻ എന്നെ അവന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാ. എനിക്കല്ലേ? ജാടയാ ജാട ഇവന്റെ അച്ഛൻ ഓമിക്കും. അത് നിനക്ക് തോന്നുന്നതാ മോളെ. അവരങ്ങനെ ഒരു ചുറ്റുപാട് ജീവിക്കുന്നവരല്ലേ. എന്നാലും അഭി അങ്ങനെ അല്ലല്ലോ. കണ്ടോ, കണ്ടു പഠിക്ക എന്റെ അച്ഛനെ. ഇപ്പൊ മനസ്സിലായ എന്റെ അച്ഛൻ എത്ര സിമ്പിൾ ആണെന്ന്. ഓ, എന്തായാലും ഇന്ന് എനിക്ക് സന്തോഷമായി. രണ്ടുപേരും ചേർന്ന് എന്നെ ശരിക്കും അങ്ങ് പൊക്കി. അഭിയുടെ വക ഞാൻ ചെറുപ്പക്കാരൻ, ഇവളുടെ വക ഞാൻ സിമ്പിൾ. അച്ഛൻ ഹാപ്പിയാടാ. എന്നാ പിന്നെ നമുക്കിതങ്ങ് കോംപ്രമൈസ് ആക്കാം. എല്ലാരും ഒന്ന് കൈയടിച്ച്. എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. ഇനി എന്താ ആലോചിക്കാൻ? ആ കല്ലുമ്മക്കായ വിളമ്പിയേ. വിളമ്പി കൊടുക്കടി. ഒന്ന് പുഞ്ചിരിച്ചോണ്ട് അവനാരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ചാരുവിനെ അവൻ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങൾ നിനക്ക് ഓർക്കായിരുന്നു. അമ്മച്ചി അമേരിക്ക കിടന്ന് കഷ്ടപ്പെട്ട് ഡോളർ അയക്കുന്നുണ്ടല്ലോ. അപ്പൊ മോൾ ഇവിടെ അമേരിക്ക സ്റ്റൈലിൽ ജീവിക്കെങ്കിലും ചെയ്യണ്ടേ? ഞാനിപ്പോ ഫോർവേഡ് ആണ് എന്ന് കാണിക്കുന്നത് ഇപ്പൊ പെൺപിള്ളേർ ഒരു ഫാഷൻ ആണല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. ചോദിക്കാനും പറയാനും നീ ആരാ? നീ ആരാ എന്നെ ഭരിക്കാൻ വരാൻ? എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, ഇഷ്ടമുള്ളടത്ത് പോകും, ഇഷ്ടമുള്ളവരുടെ കൂടെ കറങ്ങും. ഇവരാരോ അതൊക്കെ അന്വേഷിച്ച് നടക്കാൻ. എന്നാലും നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നെ ആ ബോറിന്റെ കൂടെ കണ്ടപ്പോ ഫ്രണ്ട് സർക്കിളിലുള്ളവര് എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലടി. അതെന്നാ നീ മനസ്സിലാക്കാതെ? എന്നെ എന്തിനാ നീ ഇഷ്ടപ്പെടുന്നത്? നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞോ? ഇവന്റെ വിചാരം ഞാൻ ഇവന്റെ കാമുകയാണെന്നാ? അതങ്ങ് പരുമല പള്ളി പോയി പറഞ്ഞാ മതി. പരുമലല്ലടി, വേണമെങ്കിൽ വത്തിക്കാനേ പോയി പറയും നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. പോടാ, ഇത്ര ചീപ്പായി ഒരുത്തിനെ പ്രേമിക്കാൻ എന്റെ പട്ടി വരും. ഇതിപ്പോ ചാരു അഭിയോ ഒന്ന് അടങ്ങിയപ്പോഴത്തേക്ക് ഇവര് തമ്മിലായി. അവളിങ്ങനെ ആവുന്നതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ടാ. തമാശ അവളുടെ വിചാരം. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടാടാ. ഇപ്പൊ പറയണ്ട.
ദിവസം അവൻ മസിൽ പിടിച്ച് നടക്കട്ടെ. വേണ്ട, ഇപ്പൊ തന്നെ പറയണം. നീ വാ, No. നീ വാ. അയ്യോ, ഞാനില്ല. വാ. ചാരു. ദാ, ഇവളുടെ അഹങ്കാരം മുഴുവൻ കുത്തിയെടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ അടിച്ചു പിരി. അല്പം അങ്ങ് വെയിറ്റ് ചെയ്യ്. ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാന്ന് സ്കൂളിൽ പഠിച്ചിട്ടില്ലയോ? വായു, വെള്ളം, ഭക്ഷണം. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ എന്തു. വിഷമം വന്നാ വിശപ്പ് കൂടുന്നു പറഞ്ഞു വന്ന് കേറിയപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്റെ ഭാര്യയെ കൊണ്ട് പുട്ടും ഫിഷ് മോളിയും മട്ടൻ കറി ഉണ്ടാക്കിച്ചിട്ട് വെട്ടി വിഴുങ്ങാൻ. ഒന്നുമില്ലേലും ഒരു ഗർഭിണിയോടല്ലടാ ക്രൂരത. നീ ക്രൂരത കാണിച്ചിട്ടല്ലേ ഇവള് ഗർഭിണിയായത്? പിന്നെ ഈ പുട്ടിന്റെ ഫിഷ് മോളുടെ ഗുണം ഇവള് പ്രസവിക്കുമ്പോൾ നിനക്ക് കിട്ടിക്കോളും. ഞാൻ പ്രാർത്ഥിച്ചോളാം. മനസ്സിലായില്ല? നിനക്കൊന്നും മനസ്സിലാകുകയല്ലടാ. പോട്ടെ. നീ എങ്ങോട്ട് പോവാ? അവക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോടാ. ഓ, കേട്ടിടത്തോളം കണ്ടങ്ങ് വയറ് നിറഞ്ഞേ. ദേഷ്യം വരുമ്പോ എനിക്ക് വിശപ്പ് കൂടുതലാ. ദാ, ഇപ്പൊ ഇവൾക്ക് തുടങ്ങി. ഇവൾ അവന്റെ കാറിൽ കയറിയത് തെറ്റാ, സമ്മതിച്ചു. പക്ഷെ എന്തിനാണെന്ന് ചോദിച്ചോ? നീ ചോദിച്ചോ? ബാക്കി പറഞ്ഞു കൊടുക്ക്. നീ തന്നെ പറ. ആ ചെക്കനെ മണിയടിച്ച് വീടിന്റെ കറണ്ട് കണക്ഷൻ ശരിയാക്കാൻ മന്ത്രിയുടെ ഒപ്പം വാങ്ങിക്കാൻ പോലെ ഇവള്. ആ ചെക്കൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ മകന്റെ ഫ്രണ്ടാ. അത് നിനക്ക് ഇവനോട് പറഞ്ഞുകൂടായിരുന്നോ? പറയാൻ ഇവൻ സമ്മതിച്ചോ? ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ചീപ്പാവാൻ തുടങ്ങിയിട്ടുണ്ട്. പോട്ടെ, എല്ലാം നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചങ്ങ് മായ്ച്ചു കളയാം. അതെ. സോറു, അല്ല റോസു, എല്ലാം മറക്കാം ലേ. ഇത്ര ചീപ്പായ ഒരുത്തനെ പ്രേമിക്കാൻ എന്റെ പട്ടി വരും എന്ന ആ പ്രസ്താവന മാത്രം ഒന്ന് പിൻവലിക്കണം. അതെ, അതെന്റെ ഹൃദയത്തിന്റെ അഗാധ ഗർത്തത്തിലാ ചെന്ന് തറച്ചത്. ശരി, പിൻവലിക്കാം. ആയിക്കോട്ടെ. ഇത്ര ചീപ്പായ ഒരുത്തനെ പ്രേമിക്കാൻ എന്റെ ഡോഗ് വരുമെന്ന് തിരുത്തിയേക്കാം. റോസു, നീ എന്തിനാ ഇത്ര ക്രൂരയാവുന്നത്? എന്തു ചെയ്യാനാ മോനെ, എന്റെ മനസ്സ് വെറും പാറയാ. പ്രേമത്തിന്റെ വിത്ത് പെട്ടെന്നൊന്നും അവിടെ മുളയ്ക്കൂല. അപ്പൊരു മഴ പെയ്താലോ? ആ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അയ്യോ, മറന്നു. ചാരു, ഒരു കാര്യം പറയാനുണ്ട്. ഈ ബഹളത്തിനിടയിൽ വിട്ടു. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്കൊരു പ്രോഗ്രാമിന് പോകാണ്ട്. എന്ത് പ്രോഗ്രാം? വാ, പറയാം. ഞാൻ ഒരിക്കൽ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചെന്നൈയിലുള്ള എന്റെ ചെറിയമ്മയെ പറ്റി? കലാമണ്ഡലം അനുപമ, മോഹിനിയാട്ടം ഡാൻസർ. ചെന്നൈയിൽ ചെറിയമ്മ ഒരു മോഹിനിയാട്ടം സ്കൂൾ നടത്തുന്നുണ്ട്. അവിടുത്തെ കുട്ടികളും ചെറിയമ്മയും ചേർന്ന് ഇവിടെ ഒരു സ്റ്റേജ് പെർഫോമൻസ്. ഇന്ന് വൈകിട്ട് ഫൈൻ ആർട്സ് ഹാളില്. അമ്മ വിളിച്ചു പറഞ്ഞു ചാരുനെയും കുട്ടി ചെറിയമ്മയെ കാണണമെന്ന്. അമ്മയ്ക്കെന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ചെറിയമ്മ കണ്ടാ മതി, അമ്മ കണ്ട പോലെ തന്നെയാ. ഇപ്പൊ ചെറിയമ്മ വിളിച്ചിരുന്നു, നിന്നെയും കുട്ടി ചെല്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഇല്ല, ഞാൻ വരുന്നില്ല. ഒരു 10 മിനിറ്റ് ചെറിയമ്മയെ കണ്ടിട്ട് ഉടനെ പോരാം. പ്രോഗ്രാം കാണണമെന്നില്ല. എന്നിട്ട് നിന്റെ ചെറിയമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടണം. അത് കഴിഞ്ഞ് നിന്റെ ചെറിയമ്മയുടെ വീട്ടിലെ പോമറേനും പട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടണം. പിന്നെ നിന്റെ ഡൽഹിയിലെ വീട്ടിലെ കാവൽ നിൽക്കുന്ന വാച്ച്മാൻ എന്നെ ഇഷ്ടപ്പെടണം. അവരൊക്കെ കണ്ട് ബോധ്യപ്പെട്ട നീ എന്നെ കല്യാണം കഴിക്കും അല്ലേ? ചാരു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? പറ, എന്താ ഉദ്ദേശിച്ചത്? എന്റെ അമ്മേ, ഇന്നും കയ്യിന്ന് പോയടാ. അവള് പറഞ്ഞ നിന്റെ കാര്യത്തിൽ ശരിയാ. ഇത്ര ചീപ്പായ ഒരാളെ കല്യാണം കഴിക്കാൻ എന്റെ പട്ടി വരും. അത് കലക്കി ചാരു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്, എനിക്കൊരു കൂട്ടുവായത്. അയ്യോ, പോട്ടേടാ, നമുക്ക് ചീപ്പന്മാരുടെ ഒരു സംഘടന ഉണ്ടാക്കി കളയാം. ഓക്കേടാ. എന്നിട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് മിമിക്രി അവതരിപ്പിക്കാൻ ഇവരെ ഒക്കെ വിളിക്കാം. എല്ലാത്തിനും ഞാൻ കുറെ നാളായി തുടങ്ങിയിട്ട് ഇണങ്ങാ പിണങ്ങ. എന്നിട്ട് ഇവിടെ വന്ന് പുട്ടും ഫിഷ് മോളിയില്ലേ, പത്തിരിയും കോഴിക്കറിയില്ലേ. ഞാനും എന്റെ കെട്ടിയോളും ഈ പരിപാടി നിർത്തുക. ഇനി ഇവളുടെ പ്രസവം കഴിയുന്നവരെ ഒരുത്തനും ഇതിനകത്തേ കയറിപ്പോരുത്. ഇതിനിടയ്ക്ക് കല്യാണം കഴിക്കേണ്ടവരൊക്കെ കല്യാണം കഴിച്ചോണം, ഡൈവോഴ്സ് ചെയ്യേണ്ടവരൊക്കെ ഡൈവോഴ്സ് ചെയ്തണം. മനസ്സിലായോ? അവിടെ ചാരു എല്ലാരെയും കണ്ടു, എന്നെ ഒഴിച്ച്. അല്ലേ? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചാരുവിനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ മാത്രം ചാരു നോക്കിയില്ല. ഇല്ല, നോക്കി. ഞാൻ ഒരുപാട് നോക്കി. പരസ്പരം കാണാത്ത എന്തോ ഒരു മറയുണ്ടായിട്ടുണ്ടാവും നമുക്കിടയിൽ, അല്ലേ? നേരെ എയർപോർട്ടിലേക്ക് തന്നെയാവും വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നി. തിരിച്ചു പോവാ അല്ലേ? എപ്പോഴാ ഫ്ലൈറ്റ്? ഏർലി മോർണിംഗ്. സുഖാണോ അവിടെ ഇയാൾക്ക്? അന്ന് നേരെ പോയത് ബാംഗ്ലൂർക്കാണെന്ന് പിന്നീട് അറിഞ്ഞു. അപ്പോ അങ്ങനെ തോന്നി, പോയി. അവിടെ അഖില ഉണ്ടായിരുന്നു, എന്റെ കോളേജ് മേറ്റ്. കുറച്ചു കാലം അവളെ ബുദ്ധിമുട്ടിച്ചു. പിന്നെ അവളുടെ ഫാദറിന്റെ കെയർ ഓഫിൽ ജോലി കിട്ടി അബ്രോഡിലേക്ക് പോയി. ആർക്കും പിടിതരാതെ അജ്ഞാതവാസം. ഞങ്ങൾ എല്ലാവരും കുറെ അന്വേഷിച്ചു. എല്ലാരെയും ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. അത് കഴിഞ്ഞില്ലേ? ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പോവാ? ഇനി 5-8 മണിക്കൂറില്ലേ ഫ്ലൈറ്റിന്? നമുക്കൊന്ന് സിറ്റി വരെ പോയിട്ട് വന്നാലോ? ഒരു ഡ്രൈവ്. ആരും മൈൻഡ് ചെയ്യാഞ്ഞതിൽ സങ്കടം തോന്നിയോ? ഏയ്,
കുറ്റം എന്റേതല്ലേ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വാ വാ ചാരു, അകത്തേക്ക് വാ. ഞങ്ങളൊന്ന് പിണങ്ങിയപ്പോ സഹിക്കാൻ പറ്റിയില്ലല്ലേ? അത്രയെങ്കിലും തിരിച്ചു കാണിച്ചില്ലേ ഞങ്ങളുടെ ദേഷ്യവും സങ്കടമൊക്കെ എങ്ങനെ പോകുന്നേ? എന്റെ ദേഷ്യം ഇപ്പോഴും പോയിട്ടില്ല. എന്നാലും ഒറ്റയടിക്ക് നമ്മളൊക്കെ വേണ്ടെന്ന് വെച്ച് പോയില്ലേ ഇവള്? ഇവൾക്ക് ഇതുവരെ നമ്മളെ മനസ്സിലായില്ലല്ലോ മുമ്പോ. അന്ന് വാശിക്ക് ഇറങ്ങി പോയില്ലായിരുന്നേ, സ്വന്തമായിട്ട് ഇതുപോലെ ഒരെണ്ണത്തിനെ കളിപ്പിക്കായിരുന്നല്ലോ. വെറുതെ 2 കൊല്ലം കളഞ്ഞില്ലയോ? എല്ലാവരും കൂടി അന്ന് ചെന്നൈക്ക് പോയത് അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളെ ഇവന് കല്യാണം കഴിക്കാനൊന്നുമല്ല. അങ്ങനെ ഒരു പെണ്ണ് വധുവിന്റെ വേഷവും കിട്ടി അവിടെ ഉണ്ടാവുമോ? അതിന് ഇവൻ സമ്മതിക്കുമെന്ന് കരുതിയോ നീ? നീ എതിർത്താലും തിരുവാൺമിയൂർ കോവിലിൽ കൊണ്ടുപോയി നിന്നെ പിടിച്ചു നിർത്തി കെട്ടടാ താലി എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആ സ്വാതന്ത്ര്യം നിന്റെ അടുത്ത് എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ച. അത് പക്ഷേ നിന്നോട് പറഞ്ഞില്ല. ഈ പാച്ചന്റെ ഐഡിയ വെച്ചൊരു നാടകം കളി, ഒരു തമാശ, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. നീ വേണ്ടാന്ന് വെച്ചിട്ടും ഇവന്റെ മനസ്സിലെന്നും നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവനു വേണ്ടി ഒരു ദിവസം നീ തിരിച്ചു വരുമെന്ന് തന്നെയാ ഇവൻ വിശ്വസിച്ചിരുന്നത്. അല്ലടാ? ഇനിയിപ്പൊ പണ്ടത്തെ പോലെ തുടങ്ങിക്കോ. പിണക്കോ എണക്കോ എന്താന്ന് വെച്ചാ 10 ഇറച്ചിയും ഫിഷ് മോളിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഐസ്ക്രീം ഞാൻ വേസ്റ്റ് ആക്കി. അത് അടുത്ത പണിക്കത്തിന് കോപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഇനി പരിപാടി നിർത്തി. ഇനി എവിടെയാന്ന് വെച്ചാ വെച്ച് വിളമ്പി ഞങ്ങളെ ക്ഷണിച്ചാ മതി, കഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരാം. കല്യാണി ഹലോ ചാരു, കാര്യങ്ങളൊക്കെ ഉഷാറായില്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വെക്കട്ടെ, ഇവിടെ ഫസ്റ്റ് നൈറ്റ് ആണേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു പാവം കുഞ്ഞാടിന്റെ ദീനരോധനം ഉടൻ പ്രതീക്ഷിക്കാം. അയ്യോ, ഇപ്പൊ കടടച്ചെന്താവോ? എതുക്ക് ബിയർ പത്താതാ? ഇന്ന മുടുക്ക് ഹോട്ട് തന്നെ വേണമാ? അതല്ല വാച്ചാ, ഒരു താലി വാങ്ങാനാ. സംഗതി ഇന്ന് തന്നെ നടത്തിയാൽ ഫസ്റ്റ് നൈറ്റ് ഇവർക്കും ആവാലോ. വെറുതെ ഈ ഒരു നൈറ്റ് വേസ്റ്റ് ചെയ്യണമാ?